നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുവൈത്ത് ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് നാട് ഇപ്പോഴും മുക്തമായിട്ടില്ല. മരിച്ച 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇന്ന് സംസ്കരിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് NBTC കമ്പനി മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മൺമറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ പുകഴ്ത്തിയുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണവും കാഫിർ വിവാദത്തിലെ തുടർ വാർത്തകളുമൊക്കെ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളായി മാറുന്നത്, തലക്കെട്ടുകളായി മാറുന്നത് നമ്മൾ കണ്ടു. ഇതൊക്കെ പരിശോധിക്കണം. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് NBTC കമ്പനി മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം മരിച്ചവരുടെ വീട് സന്ദർശിക്കും. അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറില്ല. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. ലേബർ ക്യാമ്പുകളുടെ സുരക്ഷ കൃത്യമായി വിലയിരുത്തുന്നുവെന്നും അപകടം ദൗർഭാഗ്യകരമാണെന്നും KG എബ്രഹാം പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. When we lost our family members of 49-50 people, I couldn't bear it. They were all my brothers. We believed not because of our mistake, but still we will take the responsibility. We cannot say that it is not our responsibility. They were living, working with us. They built the company. They are our family. They said this was happened because of a short circuit. It is not by negligence. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, KG എബ്രഹാം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നപ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായുള്ള പ്രതികരണമാണ് നടത്തിയത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടു. കുടുംബാംഗങ്ങളെ പോലെയായിരുന്നു അവരെ കണ്ടിരുന്നത്. അവരെ ഇനിയും അവരുടെ കുടുംബാംഗങ്ങളെ ഇനിയും ചേർത്ത് പിടിക്കും. കൂടുതൽ സഹായത്തിന് വേണ്ട നടപടികളൊക്കെ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ, ഒപ്പം തന്നെ കമ്പനിയുടെ ഇനിയുള്ള തുടർന്നുള്ള നടപടികൾ, ഈ ബന്ധുക്കൾക്ക് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇനി എങ്ങനെയായിരിക്കും അശ്വിൻ? തീർത്തും വൈകാരികമായി തന്നെയാണ് കമ്പനി MD KG എബ്രഹാം ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അപ്രതീക്ഷിതവും ദൗർഭാഗ്യകരവുമാണ് അപകടമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ആരുടെയും അശ്രദ്ധ കൊണ്ടല്ല, കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളുടെ പരിശോധനയൊക്കെ കൃത്യമായ 3 മാസങ്ങളിൽ കമ്പനിയിൽ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് കമ്പനി വാടകയ്ക്കെടുത്ത് ലേബേഴ്സിനെ താമസിപ്പിക്കുന്ന ഈ കെട്ടിടത്തിൽ നടക്കാറുണ്ട്. സെക്യൂരിറ്റി മുറിയിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. തുടർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ അപകടത്തിൽ പരിക്കേറ്റവരെയും മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെയും ചേർത്ത് നിർത്തുമെന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാഥമികമായി ആദ്യം തന്നെ അപകടത്തിന് പിന്നാലെ തന്നെ എല്ലാ കുടുംബങ്ങൾക്കും, അപകടത്തിൽപ്പെട്ടവരുടെ എല്ലാ കുടുംബങ്ങൾക്കും കമ്പനി 25,000 രൂപ വീതം നൽകിയിട്ടുണ്ട്. അത് കൂടാതെ 8 ലക്ഷം രൂപയുടെ ധനസഹായം ഈ കുടുംബങ്ങൾക്ക് നൽകും, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകും. അതിനും പുറമെ ഈ കമ്പനിയുടെ എല്ലാ തൊഴിലാളികളും കമ്പനിയുടെ തന്നെ ഇൻഷുറൻസ് സ്കീമിൽ അംഗങ്ങളാണ്. മരണപ്പെട്ടവർക്ക് 4 വർഷത്തെ സാലറി അത് ധനസഹായമായി ലഭിക്കുമെന്നുകൂടി കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഏകദേശം 1 കോടിക്ക് മുകളിൽ രൂപ മരണപ്പെട്ട ഓരോ ആൾക്കും ഇൻഷുറൻസ് തുകയായി ലഭിക്കുകയും ചെയ്യും. ഒപ്പം ആശ്രിതർക്ക് ജോലി നൽകുന്ന നടപടികളും പുരോഗമിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല എന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട എല്ലാവരെയും കമ്പനി ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം വരും ദിവസങ്ങളിൽ സർക്കാർ ഇടപെടലുകളടക്കം ഇതിൽ വരാനുണ്ട്. അതിന് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനും ഒപ്പം കേന്ദ്ര സർക്കാരിനോടും ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കും. സർക്കാരുകൾക്കും ഇന്ത്യൻ എംബസിക്കും വലിയ നന്ദി കൂടി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള സർക്കാരിന്റെ ഇടപെടലൊക്കെ വലിയ ആശ്വാസകരമായി എന്ന് അദ്ദേഹം അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ഇടപെടൽ സഹായകമായി ഈ ദുരന്തത്തിൽ നിന്ന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന കാര്യത്തിലടക്കം ആ ഇടപെടലുകൾ സഹായകരമായി എന്ന് KG എബ്രഹാം പറയുന്നുണ്ട്. അതുപോലെ ഈ മരിച്ചവരുടെ കുടുംബത്തിന് തുടർന്ന് സഹായങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ട എല്ലാ ഇടപെടലുകളും കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. വളരെ വൈകാരികമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പൊട്ടിക്കരയുന്നതും നമ്മൾ കണ്ടു. കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച 4 പേരുടെ കൂടി സംസ്കാരം ഇന്ന് നടന്നു. പന്തളം സ്വദേശി ആകാശ് ശശിധരൻ, കണ്ണൂർ സ്വദേശി അനീഷ് കുമാർ, കൊല്ലം വെള്ളച്ചിൽക്കാല സ്വദേശി ലൂക്കോസ്, പുല്ലൂർ സ്വദേശി സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് പൂർത്തിയായത്. 100 കണക്കിന് ആളുകളാണ് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത്. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് C ഉമ്മൻ, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ T എബ്രഹാം എന്നിവരുടെ സംസ്കാരം നാളെ നടക്കും. AV ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന്. ജയശങ്കർ, ഇന്നലെ നമ്മൾ കണ്ടതുപോലെ
അതിന് സമാനമായ അതേപോലെ അത്രയും വേദനാജനകമായ കാഴ്ചയാണ് ഇന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവർക്ക് യാത്രാമൊഴി നൽകി നാട്. വളരെ വൈകാരികമായ നിമിഷങ്ങൾ. കാഴ്ചകൾ എങ്ങനെയായിരുന്നു ജയശങ്കർ? അതായത് കഴിഞ്ഞ ദിവസത്തിന് സമാനമായി വൈകാരികമായിരുന്നു ഇന്നത്തെയും കാഴ്ചകൾ. കാരണം ഇത്രയും നാൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന തങ്ങളുടെ കുടുംബത്തെ ത്തിന് വേണ്ടി വിദേശത്ത് പോയി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെയാണ് നഷ്ടപ്പെട്ട കാഴ്ചകളാണ്, അതിൻ്റെ കണ്ണുനീരാണ് നമ്മൾ എങ്ങും കണ്ടത്. സമാന രീതിയിൽ ഇന്നും വളരെ വൈകാരികമായാണ് നാട് 4 പേർക്ക് യാത്രാമൊഴി നൽകിയത്. അത്രമാത്രം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദനയുണ്ടായിരുന്നു. പത്തനംതിട്ട സ്വദേശിയുടെയും ഒപ്പം കൊല്ലം 2 പേരുടെയും കണ്ണൂരിൽ ഒരാളുടെയും സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് പൂർത്തിയായത്. ഇതോടുകൂടി ഈ മരണത്തിൽ കേരളത്തിൽ നിന്ന് മരിച്ച 23 പേരിൽ 21 പേരുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. ബാക്കി 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ നാളെ ആയിരിക്കും നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. തിരുവല്ല സ്വദേശി തോമസ് സി ഉമ്മൻ, കീഴ്വായൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം എന്നിവരുടെ സംസ്കാര ചടങ്ങുകളായിരിക്കും നാളെ നടക്കുക. ഇരുവരുടെയും മൃതദേഹങ്ങൾ നിലവിൽ പ്രദേശത്തെ മോർച്ചറികളിലാണ്, ആശുപത്രികളിലെ മോർച്ചറികളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അടുത്ത ചില ബന്ധുക്കൾ എത്തിയതിനു ശേഷം ഈ 2 പേരുടെയും കൂടി മൃതദേഹങ്ങൾ സംസ്കരിക്കും. എന്തായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും നഷ്ടപരിഹാരങ്ങളുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ തന്നെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർക്കാർ തലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നാളെ ഇതിനകത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. കേരളത്തെ സംബന്ധിച്ച് ഈ ദുരന്തം വലിയ തോതിലാണ് ബാധിച്ചത്. കാരണം ഇതിൽ മരണപ്പെട്ടതിൽ കൂടുതൽ ആളുകളും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. 23 പേരെയാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതിൽ. പല ആളുകളും യുവാക്കളായിരുന്നു, പല ആളുകളും കുടുംബം കെട്ടിപ്പടുക്കാൻ വർഷങ്ങളോളം വിദേശത്ത് തൊഴിൽ ചെയ്ത ആളുകളായിരുന്നു. അത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒപ്പം കുടുംബങ്ങളെ സംബന്ധിച്ച് അതിനപ്പുറം വേദനയാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട 21 പേരുടെ സംസ്കാര ചടങ്ങുകൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. മറ്റു 3 പേരുടെ സംസ്കാരം നാളെ നടക്കും. റിജിത്ത്. ശ്രീ എ വി ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. കുവൈത്ത് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് യാത്രാമൊഴി നൽകുന്നു നാട്. കാസർഗോഡ് മുഗ്രാൽ പുത്തൂരിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിച്ചെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ വഞ്ചിച്ചതായി പരാതി. രേഖകൾ തിരികെ വാങ്ങാൻ പഞ്ചായത്ത് ഓഫീസിലെത്തിയ സ്ത്രീയെ ഉദ്യോഗസ്ഥൻ പൂട്ടിയിട്ടു. പുത്തൂർ സ്വദേശി സാവിത്രിയുടെ പരാതിയിൽ വിഇഒ എം അബ്ദുൽ നാസറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ വാക്ക് വിശ്വസിച്ചുണ്ടായിരുന്ന വീട് പൊളിച്ചു കളഞ്ഞ സാവിത്രിയും കുടുംബവും പെരുവഴിയിലായി. സാവിത്രി വീടിനായി ലൈഫ് മിഷനിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും അപേക്ഷ നൽകിയിരുന്നു. ലൈഫ് പദ്ധതിയിൽ പേരുണ്ടെന്ന് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അറിയിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആവശ്യപ്പെട്ടതനുസരിച്ച് പഴയ വീട് പൊളിച്ചു നീക്കി. ഭൂമി സംബന്ധമായ രേഖകളും കരാർ രേഖകളും കൈമാറുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് വീട് അനുവദിച്ചത് മറ്റൊരു സാവിത്രിക്കാണെന്നും പേര് മാറിപ്പോയതാണെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമലർത്തിയത്. വനിതാ കമ്മീഷനിൽ പരാതി നൽകിയ സാവിത്രി പഞ്ചായത്തിൽ നിന്ന് രേഖകൾ തിരികെ വാങ്ങാനെത്തിയപ്പോൾ വിഇഒ എം അബ്ദുൽ നാസർ മുറിയിൽ പൂട്ടിയിട്ടെന്നാണ് ആരോപണം. പോയി എനിക്ക് പേടിച്ചിട്ട് ഞാൻ അവിടെ തട്ടി ആർട്ടതായിട്ട് പേടിച്ചിട്ട് അടിച്ചിട്ട് പോയല്ലേ ഇപ്പോൾ താഴേക്ക്. പോലീസ് ഞങ്ങൾ കൊടുത്തിട്ട അയാൾ തന്നെ കൊടുത്തിട്ട് പോലീസ് വന്നു. മഴ പെയ്തതോടെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച ഷെഡിൽ കുടുംബത്തിന് താമസിക്കാൻ കഴിയാതെയായി. മാനസിക വെല്ലുവിളി നേരിടുന്ന 2 മക്കളുമൊത്ത് വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. സാവിത്രി നൽകിയ പരാതിയിൽ വിഇഒക്കെതിരെ കാസർഗോഡ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൂട്ടിയിട്ടെന്ന പരാതി തെറ്റാണെന്നാണ് അബ്ദുൽ നാസറിന്റെ വാദം. വീട് നിർമ്മാണത്തിന് ഫണ്ട് നൽകാത്തതിനാൽ സാവിത്രി തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുമുള്ള അബ്ദുൽ നാസറിന്റെ പരാതിയിൽ സാവിത്രി, വാർഡ് മെമ്പർ പ്രമീള ഉൾപ്പെടെ 7 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 24 കാസർഗോഡ്. വയനാട്ടിലേക്ക് വന്നാൽ വയനാട് നീർവാരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ 2 കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തി. 2 കൊമ്പന്മാരെയാണ് അമ്മാനി വനമേഖലയിലേക്ക് തുരത്തിയത്. തോട്ടത്തിൽ നിലയുറപ്പിച്ച 2 പിടിയാനകളെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. ആദ്യം ചില പ്രതികരണങ്ങൾ കാണാം. നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാ. ഇവിടുത്തെ സർക്കാരും ചെയ്യാൻ പറ്റാ. ഞാൻ ഇവിടെ എൻ്റെ മുന്നിൽ ഇത് നോക്ക്, എൻ്റെ വീടിൻ്റെ ഈ 2 സൈഡ് കൂടെ ആന പറ്റുക. 1 2 അല്ല, ഇന്നലെ ഓടിച്ചിട്ട് ആനയാടി വരുന്നത്.
ഞാൻ ഇന്നലെ 8 മണിക്ക് ആനയെ ഓടിച്ചിട്ടുണ്ട്. ഇപ്പം ഫുള്ളായിട്ടാണ് എല്ലാ വഴിക്കും വരായിരുന്നു. ഉദ്യോഗസ്ഥന്മാര് ഫെൻസിന് മുഴുവൻ തകർത്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് കൃഷി എടുക്കാനേ പറ്റുന്നില്ല. ഇത് 30 കൊല്ലമായിട്ട് ഈ ആന വരുന്നുണ്ട്. ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ ആന 6:30 ആകുമ്പോഴേക്കും തിരിച്ച് ഇതേപോലെ തന്നെ തിരിച്ചതിലിറങ്ങും. ഒരു ഫോറസ്റ്റുകാരോട് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ വരികയോ അതിനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കുകയോ ഇതൊന്നും ചെയ്യില്ല. നാട്ടുകാരുടെ എല്ലാ മുതലുകളും തിന്നു പോയിക്കോട്ടെ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഇവർക്ക്. ഇവർ നമ്മളിപ്പോൾ ഒരു ആന ഇറങ്ങി ഒരു വളവിനകത്ത് ഇറങ്ങി കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ വരിക. ഇവരുടെ സൗകര്യം പോലെയാണ് ഇവർ വരിക. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധം, അമർഷം നാട്ടുകാരുടെ പ്രതികരണത്തിലുണ്ട്. ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്, തുടർച്ചയായി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ടും വനംവകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതി. എന്താണ് അവർ പറയുന്നത്? ഒപ്പം തന്നെ ഇനിയും 2 ആനകളെ കൂടി വനമേഖലയിലേക്ക് തുരത്താൻ ബാക്കിയുണ്ട്. വനംവകുപ്പിൻ്റെ അതിൻ്റെ നടപടികൾ എങ്ങനെ സുർജിത്ത്? റിജിത്ത്, ഈ പനമരത്തിനടുത്തുള്ള പ്രദേശമാണിത്. നീർവാരം, പുഞ്ചവയൽ, അതോടൊപ്പം തന്നെ പരിയാരം ഉൾപ്പെടെയുള്ള അമ്മാനി അടക്കമുള്ള മേഖലയിൽ നിരന്തരം കാട്ടാനകളുടെ ശല്യമുള്ള പ്രദേശമാണ്. ആളുകൾ പൊറുതിമുട്ടുകയാണ്. കാരണം എന്നും കൃഷിനാശത്തിൻ്റെ വാർത്തകളാണ് ഈ മേഖലയിൽ നിന്ന് പുറത്ത് വരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ്, ഇന്ന് രാവിലെ തന്നെ ഈ കാട്ടാനകൾ മേഖലയിലുള്ളൊരു തോട്ടത്തിൽ 4 കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ടെന്നുള്ള വിവരം വനംവകുപ്പിന് കിട്ടി. ഇതനുസരിച്ച് വനംവകുപ്പ് ഉച്ചയ്ക്ക് ശേഷം അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ളവ നടത്തി ആ പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകി. ഇതിനുശേഷം RRT സംഘം ഈ തോട്ടമേഖലയിലേക്ക് കയറി 2 ആനകളെ, അതായത് 2 കൊമ്പന്മാരെയാണ് തുരത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 1.5 കിലോമീറ്റർ അകലെയുള്ള അമ്മാനി വനമേഖലയിലേക്കാണ് 2 ആനകളെ തുരത്തി ഓടിച്ചത്. കാപ്പിത്തോട്ടത്തിനകത്തായിരുന്നു ആനകൾ ഉണ്ടായിരുന്നത്. ഏറെ ശ്രമകരമായ ദൗത്യമാണ്. അതിനുശേഷം അതിനെ നേരെ കൊണ്ടുവന്ന് വയലിലൂടെ കൊണ്ടുവന്ന് നേരെ ഒരു പുഴ കടത്തി കാട്ടിലേക്ക് അയക്കുകയാണ് 2 ആനകളെ ചെയ്തത്. ബാക്കി 2 ആനകൾ, അത് പിടിയാനകളാണ് എന്നുള്ളതാണ് നാട്ടുകാർ നൽകുന്ന ആ വിവരം. എന്തായാലും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ വനംവകുപ്പ് ഈ ആനകളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇത് സ്വാഭാവികമായി വനത്തിലേക്ക് തന്നെ തിരികെ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും ദൗത്യം വനംവകുപ്പ് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ആളുകളെ സംബന്ധിച്ച് വലിയ പരാതി ഉന്നയിക്കുന്നുണ്ട്. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊന്നും കൃത്യമായും സമയബന്ധിതമായും എത്തുന്നില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഹാങ്ങിങ് ഫെൻസിങ്ങിന് വേണ്ടി ട്രഞ്ച് മൂടിയ സ്ഥിതിയുണ്ട് പലയിടങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ ആനകൾ സുഗമമായ രീതിയിൽ തന്നെ നാട്ടിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ആക്ഷേപം പൊതുവെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടത് എന്നുമുള്ള പ്രശ്നമാണ്. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് തഹസിൽദാരുടെ വാഹനം തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നാട്ടുകാർ കടന്നു എന്നുള്ളതാണ് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ നിലവിൽ തമ്പടിച്ച കാട്ടാനകളെ പൂർണ്ണമായും തുരത്താനുള്ള നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നത്. RRT സംഘം ഈ 2 ആനകളെ എപ്പോഴും മോണിറ്റർ ചെയ്യുന്നത് തുടരുകയാണ്. ശ്രീജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. CPIഎമ്മിന് അതിരൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPIഎമ്മിന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണം BJPക്ക് ഗുണം ചെയ്തു, സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ നീക്കം നടത്തിയെന്നും മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ സാദിഖ് അലി തങ്ങൾ വിമർശിച്ചു. മുസ്ലിം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ CPIഎമ്മിന് ആത്മാർത്ഥതയില്ലെന്ന് കുറ്റപ്പെടുത്തുന്നതാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അഭിമുഖം. സദാം ഹുസൈന്റെയും പലസ്തീന്റെയും പേര് പറഞ്ഞ് CPIഎം മുസ്ലിം വോട്ടുകൾ തട്ടാൻ ശ്രമിച്ചു. എന്നാൽ ഏക സിവിൽ കോഡും മുത്തലാഖ് നിരോധനവും ലവ് ജിഹാദും ആദ്യം കേട്ടത് CPIഎമ്മിൽ നിന്നാണെന്ന് തങ്ങൾ ആരോപിക്കുന്നു. കേരളത്തിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിച്ചെന്നും വിമർശനം. രാഷ്ട്രീയം പറയാനില്ലെങ്കിൽ പല കുതന്ത്രങ്ങളും CPIഎം പുറത്തെടുക്കാറുണ്ട്. കോഴിക്കോട്ടെ കരീംക പ്രയോഗവും വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടും ഉദാഹരണങ്ങളായി തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. CPIഎം വിതയ്ക്കുന്നത് BJPയാണ് കൊയ്യുന്നതെന്നും സാദിഖ് അലി തങ്ങൾ കുറ്റപ്പെടുത്തി. സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ CPIഎം നീക്കം നടത്തി. ലീഗ് സമസ്ത ബന്ധം CPIഎം പഠിക്കണമെന്നും സാദിഖ് അലി തങ്ങൾ പറയുന്നു. CAA പലസ്തീൻ വിഷയങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലീഗിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു CPIഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. എന്നാൽ ഇത് വിലപ്പോയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ലീഗിന്റെ വിലയിരുത്തൽ. ഇതിനു പിന്നാലെയാണ് CPIഎമ്മിനെ ലീഗ് അധ്യക്ഷൻ കടന്നാക്രമിച്ചത്. 24 കോഴിക്കോട്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ യൂത്ത് ലീഗ് നേതാവ് മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ല എന്ന പോലീസ് റിപ്പോർട്ട് ആയുധമാക്കി UDF. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച KK ലതിക ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. പ്രതികൾ ആരാണെന്ന് പോലീസിനും CPIഎമ്മിനും അറിയാമെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. പോലീസിന്റെ ഉത്തരവാദിത്തം ഇതോടുകൂടി തീരുന്നില്ല. പോലീസ് ഇപ്പോഴും കള്ളക്കളി തുടരുക. ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസർക്കെതിരെ ഞങ്ങൾ കേസെടുക്കുന്നു എന്നുള്ളത്, ആ ആവേശം എന്താ? ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ? ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ? ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കെതിരെ കേസെടുക്കാത്ത എന്താ?
പിന്നെ ഫേസ്ബുക്ക് കനിഞ്ഞാലേ ഇതിൽ തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ള പോലീസിന്റെ സമീപനം അത് സാങ്കേതികത്വത്തിലുള്ള അമിതമായ വിശ്വാസം കൊണ്ടല്ല. പ്രതികൾ ആരാണെന്ന് പോലീസിനും CPM-നും അറിയാവുന്നത് കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന അവസാന ശ്രമമാണത്. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. മിഥില, തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന ഈ സ്ക്രീൻഷോട്ട് വിവാദം പിന്നീട് പ്രചാരണത്തിലൊക്കെ വലിയ ചർച്ചാ വിഷയമാകുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലായി ഇന്നലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യൂത്ത് ലീഗ് നേതാവിനെതിരെ തെളിവില്ല എന്നുള്ള റിപ്പോർട്ട് കൂടി വന്നതോടുകൂടി അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു UDF. ഇന്ന് UDF ക്യാമ്പിൽ നിന്ന് പുറത്തു വന്ന പ്രതികരണങ്ങൾ നൽകുന്ന സൂചന എന്താണ്? CPIM നേതൃത്വത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ വന്നിരുന്നു മിഥില? ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഇത്. കൊട്ടിക്കലാശ ദിവസം, അതായത് ഏപ്രിൽ 24-നാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. അന്ന് മുതൽ തന്നെ UDF-ഉം ഒപ്പം തന്നെ മുഹമ്മദ് കാസിമിന്റെ പേര്, യൂത്ത് ലീഗ് നേതാവ് മുഹമ്മദ് കാസിമിന്റെ പേരിലായിരുന്നു ഇത്തരം ഒരു പ്രചാരണം ഉണ്ടായത്. മുഹമ്മദ് കാസിമും UDF പ്രവർത്തകരും എല്ലാം തന്നെ അന്ന് തന്നെ ഇത് തങ്ങൾ ചെയ്തതല്ല, തങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസിൽ പരാതി നൽകി, റൂറൽ SP-ക്ക് പരാതി നൽകി. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു നടപടി, ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. KK ലതിക ഉൾപ്പെടെ 12 പേരുടെ മൊഴി രേഖപ്പെടുത്തി എന്നല്ലാതെ മറ്റ് നടപടികളിലേക്കൊന്നും കടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു കാസിം ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹൈക്കോടതിയെ സമീപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ഈ പോലീസ് റിപ്പോർട്ടിൽ പ്രഥമ ദൃഷ്ട്യാ മുഹമ്മദ് കാസിം തെറ്റ് ചെയ്തിട്ടില്ല, മുഹമ്മദ് കാസിമിന്റെ ഫോണിൽ നിന്നും ഇത്തരമൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിട്ടില്ല എന്ന ഒരു റിപ്പോർട്ട് പോലീസ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഈ ഒരു വിഷയം ഒന്നുകൂടി ശക്തമാക്കാൻ ഇപ്പോൾ UDF തീരുമാനിച്ചിട്ടുള്ളത്. ആരാണോ, അതായത് UDF ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്നത് KK ലതിക, മുൻ MLA KK ലതികയുടെ ഫേസ്ബുക്ക് പേജിൽ കൂടി ഇത് പ്രചരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ KK ലതികയെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യമാണ് DCC പ്രസിഡന്റ് ഇന്ന് മുന്നോട്ട് വെച്ചത്. ഷാഫി പറമ്പിൽ MP പറഞ്ഞ ഒരു കാര്യം എന്നത് ആരാണ് ഇതിന് പിന്നിലെന്ന് CPM-നും പോലീസിനും കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്. അവർക്കെതിരെ നടപടിയെടുക്കണം. ഈ നടപടി എടുക്കാത്ത സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് UDF കടക്കും എന്ന സൂചന തന്നെയാണ് UDF ക്യാമ്പിൽ നിന്നും ഇന്ന് പുറത്തു വന്നത്. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും K കരുണാകരനും O രാജഗോപാലിനും ശേഷം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തിനായി ഒന്നും ചെയ്തില്ല എന്ന് സുരേഷ് ഗോപി. പ്രസ്താവനയിൽ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിച്ചു. മൺമറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ സുരേഷ് ഗോപി പുകഴ്ത്തിയതിൽ രാഷ്ട്രീയം കാണേണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. തൃശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിലെത്തി K കരുണാകരന്റെയും ഭാര്യയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങവെയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിമാരുടെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞത്. ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശ്രീ O രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. K കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവാണെന്നും ഇന്ദിരാഗാന്ധി ആധുനിക ഇന്ത്യയുടെ മാതാവാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമികളൊക്കെ ഇതിന്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും അപമര്യാദയല്ല. സുരേഷ് ഗോപിക്ക് മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ രംഗത്തെത്തി. എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന്. കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കൂ. അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയും. നിങ്ങൾ പറയുന്നത് തന്നെയാണോ അദ്ദേഹം പറഞ്ഞത്, അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ചുള്ള സുരേഷ് ഗോപിയുടെ പരാമർശത്തോട് V മുരളീധരൻ പ്രതികരിച്ചില്ല. പ്രസ്താവനയിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞത്. 24 തൃശൂർ. ഈ റിപ്പോർട്ടോടുകൂടി ഇന്ന് സംഭവിച്ചതിന്റെ സമയം പൂർത്തിയാവുകയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുമായി പ്രേക്ഷകർക്കൊപ്പം SKN ചേരും. നമസ്കാരം.